മിസ്റ്റർ തമ്പി വരാൻ പറയൂ. എസ്റ്റേറ്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാനാവും. അയാളോട് എന്താ പറയണ്ടേ? എന്റെ അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പഴയ ലീസ് പുതുക്കാൻ പറ്റില്ല എന്ന് പറയണം. ചിട്ടിപ്പണം കൊണ്ടാണല്ലോ തോട്ടം വാങ്ങിച്ചത്. അതിന്റെ ആദായം അന്യാധീനപ്പെടുത്തുന്നത് ശരിയല്ല. നീ മാരത്തിന്റെ ഇഷ്ടം. അദ്ദേഹം വരുമ്പോ ഞാനിവിടെ ഉണ്ടാകുന്നത് ശരിയല്ല. ആ ഇരിക്കണം. എന്റെ കാര്യത്തിൽ എന്താ നിങ്ങളെടുത്ത തീരുമാനം? അതറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയതുപോലെ തുടരാൻ സുമതിക്ക് സമ്മതം തന്നെയല്ലേ? ക്ഷമിക്കണം മിസ്റ്റർ തമ്പി, ഈ കമ്പനിയുടെ നടത്തിപ്പിൽ ഒരു അസർട്ടാകട്ടെ എന്ന് കരുതിയാണ് ആ തോട്ടം വിലക്കെടുത്തത്. ചിട്ടിപ്പണം കൊണ്ട് മാത്രമല്ല, എന്റെ സഹായം കൊണ്ട് കൂടിയാണ് അന്നത് സാധിച്ചതെന്ന് പറയൂ. നിങ്ങളുടെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചത് കടമായിട്ടല്ലേ? സാധാരണയിൽ കവിഞ്ഞ പലിശയും അതിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ബാധ്യതയുടെ പേരിലാണ് എസ്റ്റേറ്റിലെ വിറകടക്കം മാർക്കറ്റ് റേറ്റിന്റെ പകുതി വില പോലും കിട്ടാതെ നിങ്ങൾക്ക് വിൽക്കേണ്ടി വന്നത്. എന്താ സുമതി പറഞ്ഞു വരുന്നത്? കടമെല്ലാം തന്നു തീർന്ന നിലയിൽ ഇനിയും ഇത് തുടരാൻ പറ്റില്ലെന്ന്. കോൺട്രാക്ട് പുതുക്കാൻ നിങ്ങൾ തയ്യാറില്ലെന്നോ? ഞാനല്ല, ഈ കമ്പനി. ആരുടെ ഉപദേശം കൊണ്ടാണ് നിങ്ങളിത് പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ഈ നന്ദികേട് എന്നോട് കാണിക്കരുതായിരുന്നു. പണം നഷ്ടപ്പെട്ടാൽ ഞാൻ സഹിക്കും. പക്ഷേ എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം വന്നാൽ എസ്റ്റേറ്റിൽ നിന്ന് ചരക്ക് കൊണ്ടുപോകാൻ ലോറിക്കാരവരെ ഏർപ്പാട് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ഈ സ്ഥാപനം നഷ്ടപ്പെടാതെ നടത്തിക്കൊണ്ടു പോകാനാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത്. സ്ഥാപനം മരിച്ചുപോയ നിങ്ങളുടെ ഭർത്താവ് നക്കാപ്പിച്ചയായി നടന്നിരുന്ന കാലത്ത് എന്റെ സഹായം കൊണ്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഇന്ന് മാളിക മുകളിൽ കയറിയപ്പോ പഴയ കഥകളൊക്കെ നിങ്ങൾ മറന്നു. മിസ്റ്റർ തമ്പി, ഈ കമ്പനി തറയിൽ നടന്ന കാലത്തെ കൂടെ ഉണ്ടായിരുന്നവനാണ് ഞാൻ. അക്കാലത്ത് ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഇവരുടെ ഭർത്താവും. താനിതിൽ ഇടപെടണ്ട. ഈ കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ MD-യോടാണ് സംസാരിക്കുന്നത്. തനിക്കിതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അദ്ദേഹം എന്റെ സെക്രട്ടറിയാണ്. വെറും സെക്രട്ടറി മാത്രമാണോ? നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നാട്ടുകാർ പറയുന്നത് മറ്റു ചിലതാണല്ലോ. മിസ്റ്റർ തമ്പി, എനിക്കിതിൽ പരാതിയില്ല. പക്ഷെ എന്റെ സമ്മതം കൂടാതെ നിങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് ഇടയ്ക്കിറക്കിയാൽ അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. നമുക്ക് അവിടെ വെച്ച് കാണാം. എന്താണ് നാട്ടുകാർ നമ്മെ പറ്റി പറയുന്നത്? എന്താണെന്ന് പറയൂ. അത് എന്താണെന്ന് പറയൂ. നമ്മൾ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന്. ഹലോ, അതെ, ആ മനസ്സിലായി, സുമതിയല്ലേ? അദ്ദേഹം കോടതിയിൽ നിന്ന് ഇനിയും വന്നില്ല. ഞാൻ എങ്ങനെ പറയും? ഒരു കാര്യത്തിലും സമയനിഷ്ഠയുള്ള ആളല്ല. രാത്രി ചിലപ്പോ ക്ലബിൽ പോയെന്ന് വരും. ആരാ? ഹലോ, ഭാസ്കരൻ ചേട്ടനാണോ? അതെ, ഞാൻ ഇപ്പൊ കയറി വന്നേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? മിസ്റ്റർ തമ്പി ഓഫീസിൽ വന്നിരുന്നു. കരാറ് പുതുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ അല്പം ഗർവിച്ചാണ് പോയത്. ആ, അത് കാണും. വിലക്കേറെ കൊയ്ത് ശീലിച്ച ആളല്ലേ. ഈ നഷ്ടം തമ്പിക്ക് സഹിക്കാനാവില്ല. അത് ഒരു കുഴപ്പമില്ലെന്നേ. നാളെ ഗോഡൌൺ ചെക്കിങ്ങിനായി ബാങ്കുകാർ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. ചേട്ടൻ ഒഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നു. അയ്യോ, നാളെ എനിക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പോയാ മതി. ശരി. എങ്ങോട്ടാ അവൾ നിങ്ങളെ ക്ഷണിക്കുന്നത്? നീ ഇതൊക്കെ എന്തിനാ അന്വേഷിക്കുന്നേ? നീ പോയി കാപ്പി കൊണ്ടുപോവാ. ദേ, ഈ പോക്ക് അത്ര നല്ലതല്ല. ദിവസം 3-4 നേരം അവളോട് ടെലിഫോൺ വിളിക്കാറുണ്ട്. ഓഫീസിലും വീട്ടിലും വെച്ച് നിങ്ങൾ അവളെ കാണാറുമുണ്ട്. ഇനിയിപ്പോ അവൾക്ക് കൂട്ടിരിക്കാനാണ് നിങ്ങൾ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? ഈ ചോദ്യം നിന്റെ മനസ്സിലെ വൃത്തികളെ സൂചിപ്പിക്കുന്നത്. ആ, മനസ്സല്ല, വെളുത്തു തുടുത്ത് അവളെ കാണുമ്പം നിങ്ങൾക്ക് എന്നെ തന്നെ വൃത്തിയിട്ടവളായിട്ട് തോന്നും. സാവിത്രി, ദൈവദോഷം പറയരുത്. നീ അങ്ങനെ ചിന്തിക്കുന്നത് പോലെ മഹാഭാവമാണ്. ഞാൻ അവളെ ലീഗൽ അഡ്വൈസർ ആയ സ്ഥിതിക്ക് അവർക്ക് എന്നെ കാണാതെ സംസാരിക്കാതിരിക്കാനും പറ്റുമോ? ഭർത്താവ് മരിച്ച ആ സ്ത്രീയുടെ ചുറ്റും ശത്രുക്കളല്ലാതെ സഹായത്തിന് മറ്റാരുണ്ട് അവിടെ? അതിനവൾ വിശ്വനാഥ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. അത് പോരാഞ്ഞിട്ടാണോ നിങ്ങളെ കൂടെ? ഭർത്താവ് മരിച്ചാലേ സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. പുറത്തിറങ്ങി ആളുകളെ ഭരിക്കാൻ നടക്കരുത്. അവളുടെ വേഷവും കെട്ടും നടപ്പും അസൂയ തോന്നുന്നുണ്ടാവും. അതെ. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ അവളുടെ ലീഗൽ അഡ്വൈസർ ആണെങ്കിലേ ഇവിടെ ഇരുന്ന് അഡ്വൈസ് ചെയ്താൽ മതി. അവളുടെ കൂടെ നടന്ന് അഡ്വൈസ് ചെയ്യില്ല. മനസ്സിലായല്ലോ? എഴുതിയോ? പൂര പട്ടോ? മാസ്റ്റർക്ക് പറയാമോ ഇത് കോഴിമുട്ടയോ താറാമുട്ടയോ? നാക്കരി പച്ച തുമാരി ആംകോ ചില്ല എഴുതണം.
ചെവി മുറിച്ചെടുക്കണം. ഞാൻ എന്തുകൊണ്ടത് ചെയ്യില്ലെന്നറിയാമോ? നീ ഇവിടെ ജനിച്ചു പോയതുകൊണ്ട്. അന്നെ മുട്ടി പോരുതല്ലോ എന്ന് കരുതി ഞാൻ എല്ലാം സഹിക്കുകയാണ്. പേടിക്കയില്ലേ? മാസ്റ്റർ എന്താ സഹിക്കുന്നത്? ഒന്നുമില്ല. മമ്മി മാസ്റ്ററിന്റെ ചെവി മുറിക്കുന്നു പറഞ്ഞു മമ്മി. നഹി നഹി, അതൊരു തമാശ. കാര്യമായിട്ട് തന്നെ ആയിക്കോട്ടെ. വികൃതി കാണിച്ചാൽ ശിക്ഷിക്കണം. നോക്ക്, നന്നായി പഠിച്ചാലേ അടുത്ത കൊല്ലം സെൻട്രൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. നല്ലോണം പഠിക്കണം കേട്ടോ. വരട്ടെ. ഓ ശരി. മാസ്റ്റർക്ക് അറിയാമോ ഇത് കോഴിമുട്ടയാ താറാമുട്ടയാ? ഓ അയ്യോ. ഓ ഓ. അവർ രണ്ടോട് സൂചിക്കുന്നതിനിടയിൽ നീ എന്തിനാ കയറിയിരിക്കുന്നത്? പുള്ളിക്കാരനെ തനിച്ചിരുത്തുന്നത് ശരിയാണോ? നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിരുത്ത്. നാണിച്ചിട്ടാടാ പാവം. നമ്മൾ മാറിയ നാണമൊക്കെ മാറിക്കോ. രഹസ്യമായിട്ട് എന്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചായിക്കൂടാ? പെങ്ങളെ ഒന്ന് കാണട്ടെ. അരുത്, ഇറങ്ങരുത്. എത്ര നേരം ഇത് കേട്ടോണ്ടിരിക്കും? നിങ്ങളൊരാണല്ലേ?